ഹലോ. വെൽക്കം ടു മൈ ചാനൽ. കാട്ടിയത്തെ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ? അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ രാത്രി നമ്മളെ നികേഷ് ഇങ്ങനെ പുറത്ത് വന്നിരിക്കുകയാണല്ലോ. അവന് നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു പകൽ സമയങ്ങളിൽ. അന്നേരമാണ് നമ്മളെ സുഭാഷേട്ടനും ഹരീഷൊക്കെ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. വന്ന പാടെ തന്നെ അവർ ചോദിക്കുന്നുണ്ട്, നികേഷ് നിനക്ക് എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണല്ലോ: ആ ചേട്ടാ, എനിക്ക് കുറവൊക്കെ ഉണ്ട്. ഇന്ന് ഏട്ടത്തി ഫുൾ ടൈം എൻ്റെ കൂടെയായിരുന്നു. ആ സമയത്ത് എനിക്ക് എൻ്റെ അമ്മയുടെ പ്രസൻസ് ഉള്ളതുപോലെ തോന്നി. ഇതുവരെ ഇങ്ങനെയൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ നമ്മളെ നികേഷ് ഇമോഷൻ ആവാൻ തുടങ്ങിയപ്പോൾ സുഭാഷ് ഏട്ടൻ മെല്ലെ എസ്കേപ്പ് ആവട്ടെ ചെയ്യുന്നത്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ തൊട്ടടുത്ത് ആ ഹരീഷ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഹരീഷിനും പിന്നെ ആ ടോപ്പിക് എന്തോ ഇമോഷൻ ആയതുകൊണ്ട് അവൻ അതിനെ കുറിച്ചൊന്നും സംസാരിച്ചില്ല. അവനിങ്ങനെ പറയുന്നുണ്ട്, എന്തായി, നിനക്ക് കുറവൊക്കെ ഉണ്ടോ, അതൊക്കെ കേട്ടോ ചോദിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ നിധി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ഹരീഷ നിന്റെ പാട്, നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ഇങ്ങനെ ഒരു ആക്കിയ ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഏട്ടത്തി അങ്ങനെ ചോദിക്കുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ നമ്മളെ ഹരീഷ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, നമ്മളെ നീതു വീട്ടിൽ വന്നിട്ട് സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇവർ അറിഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെ നിധി ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ നീതുവിനായിട്ട് നീ പ്രശ്നമായല്ലേ എന്നൊക്കെ നമ്മളെ നിധി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതെങ്ങനെ ഇവിടെ അറിഞ്ഞു എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, അന്നത്തെ പോലെ തന്നെ അവൾ വീണ്ടും ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരീഷ് ഇങ്ങനെ പറയുന്നുണ്ട്, അവൾ എന്തിനല്ല ഇവിടെ വന്ന് ഇങ്ങനെ പറയുന്നതെന്ന്. പിന്നെ നിധി ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ഹരീഷിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവളൊരു പാവമാണ്, അവൾക്ക് അറിയില്ലല്ലോ നീ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നുള്ള. അപ്പം നീ പറഞ്ഞാലല്ലേ അവൾക്ക് മനസ്സിലാവുള്ളൂ, അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഹരീഷ് പറയുന്നുണ്ട് കേട്ടോ, പറഞ്ഞാലൊന്ന് മനസ്സിലാക്കണ്ടേ, ഞാൻ നാളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം ആളത് മനസ്സിലാക്കിയില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതങ്ങനെയല്ല ഹരീഷേ, അവൾക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടല്ലേ ഇത്രയും കാലം അവൾ നിന്റെ പിറകെ നടന്ന് നീ വളച്ചെടുത്തതല്ലേ നിന്നെ. അപ്പോൾ ഇനിയും അതുപോലെ നീ കൈവിട്ട് പോകുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കും, ആ ഒരു ടെൻഷനും ഉണ്ടായിരിക്കും. അപ്പം നീ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ നീ എവിടെയാണെന്നുള്ള ആ ഒരു ടെൻഷനിലായിരിക്കും അവൾ അങ്ങനെ വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അവൾക്ക് ഏത് നേരവും വിളിക്കണം, എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ എന്തോ എടുത്ത് തലയിൽ വെച്ച പോലെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഹരീഷിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്, അവൻ പൊതുവേ സംസാരിക്കാത്തൊരു കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാട്ടോ അവനിതൊരു ഇറിറ്റേഷനായിട്ട് തോന്നുന്നത്, അല്ലാതെ അത്ര ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ നമ്മളെ നിധി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നാളെ അവൾ കടയിൽ വരുമ്പോൾ നീ അവളോട് സംസാരിക്കണം, പിണക്കൊക്കെ മാറ്റി വെക്കണം എന്നൊക്കെ ഒരു അമ്മയെ പോലെ അതുപോലെ തന്നെ ചേച്ചിയെ പോലെയൊക്കെ നമ്മളെ ഹരീഷിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹരീഷ് ഓക്കെ, ആ ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഹരീഷ് അവിടെ നിന്ന് എണീറ്റ് പോവുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ നികേഷ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എത്ര കാലം ഏട്ടത്തി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഹരീഷേട്ടൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് ഹരീഷേട്ടൻ അങ്ങനെ സംസാരിക്കാത്ത ഒരാൾ, പക്ഷേ നീതു ആണെങ്കിൽ നല്ല സംസാരിക്കുന്ന ഒരാൾ. അപ്പോൾ അവരുടെ ക്യാരക്ടർ ഒരിക്കലും മാച്ചായിട്ട് പോകില്ല, അവരുടെ അവസാനം വരെ ഏട്ടത്തിയും കൂടെ വേണ്ടി വരും പ്രശ്നങ്ങൾ തീർക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ സുധീഷ് ആണെങ്കിൽ അന്നേരവും അവിടെ എത്തിയിട്ടൊന്നുമില്ല കേട്ടോ, വീട്ടിലെത്തിയിട്ടില്ല. സുധീഷ് ആണെങ്കിൽ അവൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല, നൈറ്റ് ഒരാളെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ അയാളെ കാത്ത് നിൽക്കുക കേട്ടോ, അയാളെ കൊണ്ടുവിടാനുണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തുള്ളൂ. അപ്പോൾ എന്തായാലും ലേറ്റ് ആവും ആൾ വരാൻ. അപ്പോൾ അത് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ, നമ്മൾ ഹരീഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഹരീഷാണെങ്കിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, പതിവില്ലാതെ എന്താ സുധീഷേട്ടൻ എങ്ങനെ വിളിക്കുന്നതെന്ന്. സുധീഷ് വിളിച്ച് കാര്യം പറയുന്നുണ്ട് കേട്ടോ, നമ്മളെ സുഭാഷേട്ടനെ വിളിച്ചിട്ട് കിട്ടാതിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്, ഞാൻ വരാൻ ലേറ്റ് ആവും, ആളെ എടുക്കാൻ വന്നിട്ടുള്ളൂ, ഇനി അവിടെ എത്തുമ്പോഴത്തേക്കും ലേറ്റ് ആവും, നീ വാതിലൊന്നും കുറ്റിയിട്ടേക്കരുത്, അങ്ങനെ ചെയ്താൽ ഞാൻ പുറത്ത് തന്തപ്പിടിയുടെ കൂടെ കൊതു അടിച്ച് കിടക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹരീഷണം കളിയാക്കി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ചെയ്തിട്ടേ മതിയാവുള്ളൂ, കിട്ടിയ അവസരമാണ്, ഞാൻ എന്തായാലും നിങ്ങളെ പുറത്ത് കിടത്തും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ തമാശയൊക്കെ പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ രാത്രി ദോശ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, സുഭാഷേട്ടൻ ഞാൻ ഉണ്ടാക്കിക്കോളാന്ന്. സുഭാഷേട്ടനാണെങ്കിൽ പറയുന്നുണ്ട്, സുഭാഷേട്ടൻ ഉണ്ടാക്കിക്കോളാന്ന്. എന്തായാലും രാത്രിയുടെ ഫുഡൊക്കെ അവർ ഒരുക്കുന്ന ഒരു തിരക്കിലായിരുന്നു. എല്ലാം സുഭാഷേട്ടൻ തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ, ഒന്നും നിധിയെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ അവർ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ നിധിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. നിധി ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് സുഭാഷേട്ടൻ ചോദിക്കുന്നത്, എന്താ മോളെ നീ പുറത്തേക്ക് നോക്കുന്നതെന്ന്. അല്ല സുഭാഷേട്ടാ, സുധീഷ് ഇതുവരെ എത്തിയിട്ടില്ലല്ലോ, എത്തുന്ന സമയം കഴിഞ്ഞല്ലോ, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ, കാരണം സുധീഷ് വൈകിട്ട് നിധിക്കൊരു സങ്കടമുണ്ട്, വിഷമമുണ്ട്, ടെൻഷൻ ഉണ്ട് എന്നൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, മോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഹരീഷിനെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ വരാൻ ലേറ്റ് ആവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണം എന്ന് ചോദിക്കുമ്പോൾ, ഭക്ഷണം ഒന്നുകിൽ അവൻ പുറത്തുനിന്ന് കഴിച്ചോളും, അല്ലെങ്കിൽ ഇവിടെ ഞാൻ എടുത്തു വെച്ചോളാം, അവൻ വന്നിട്ട് കഴിച്ചോളും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ നീതി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്.
നടക്കുന്നുണ്ട് കേട്ടോ. അന്നേരം സുഭാഷ് ചേട്ടൻ അടുക്കളയിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിനക്ക് എന്തേ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ഈ ഒന്നുമില്ല, ഞാൻ സുധീഷിൻ്റെ കാര്യം ആലോചിച്ചതാണ്, സുധീഷിനെ ഒന്ന് വിളിച്ച് നോക്കിയാലോ, ഇത്ര സമയമായിട്ട് വന്നിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ പറയുന്നുണ്ട്, നീ കിടന്ന മോളെ, അവൻ ലേറ്റ് ആവുമെന്ന്. അപ്പം നിധി പറയാണ്, ഇത്ര നേരമായിട്ടും വന്നില്ലല്ലോ, ഇപ്പോഴേ ലേറ്റ് ആയില്ല, ഇനി എങ്ങോട്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സുധീഷിനെ വിളിക്കാട്ടോ ചെയ്യുന്നത്. സുധീഷ് ആണെങ്കിൽ ഡ്രൈവിംഗിലായിരുന്നു. അപ്പം ബാക്കിലിരിക്കുന്ന ആളോട് പറയുന്നുണ്ട്, എൻ്റെ വൈഫാണ് വിളിക്കുന്നത്, ഞാനൊന്ന് കോൾ എടുത്തോട്ടെ എന്ന് പറയുമ്പോൾ അയാൾ പറയാട്ടോ, വണ്ടി സൈഡാക്കിയിട്ട് എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയണേ. അങ്ങനെ നമ്മുടെ സുധീഷിന് ഭയങ്കര സന്തോഷം കേട്ടോ. നിധി എന്ത് ഈ സമയത്ത് വിളിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, സുധീഷ നീ എവിടെ, ഈ നേരത്തും നീ വന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ ഡ്രൈവിംഗിലാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നത്, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സാധാരണ സമയങ്ങളിൽ എത്താത്തതുകൊണ്ടാട്ടോ നമ്മളെ നിധി വിളിച്ചത്. എന്തായാലും പിന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്ക് കുറച്ച് ആശ്വാസമായി. അങ്ങനെ നമ്മളെ നിധി കിടക്കാൻ പോയിട്ടോ. അങ്ങനെ എല്ലാവരും ഹാളിൽ കിടന്നിട്ടുണ്ട്, നിധി റൂമിൽ പോയിട്ട് കിടന്ന്. ആ സമയത്താണ് നിധി പെട്ടെന്ന് ഉറക്കത്തിൽ കാണുന്നുണ്ട് കേട്ടോ നമ്മളെ സുധീഷിനെ അരുണും അതുപോലെ തന്നെ അന്ന് പിടിച്ചുകൊണ്ടായ ആൾക്കാരെല്ലാം കൂടി തല്ലുന്നതൊക്കെ വീണ്ടും സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ അവൾക്ക് പേടിട്ടോ, ഇനി സുധീഷ് ഈ സമയത്ത് ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ അവളുടെ ആൾക്കാർ വന്നിട്ട് വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ള ടെൻഷനും ഉണ്ട് ഉള്ളിൽ. പെട്ടെന്ന് ആൾ ഞെട്ടി ഉണർന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ അങ്ങനെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുധീഷ് അപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിധിയാണ് പോയിട്ട് കതവൊക്കെ തുറന്നു കൊടുക്കുന്നത് കേട്ടോ. അന്നേരം സുഭാഷ് ചേട്ടനും അനിയന്മാരൊക്കെ ഉറങ്ങുകയാണ് ചെയ്യുന്നത്. നിധി പോയി കതവ് തുറക്കുന്നുണ്ട്. സുധീഷ് ആണെങ്കിൽ വന്ന് കയറുമ്പോൾ തന്നെ കാണുന്നത് കതവ് തുറന്ന നിധിയാണ്. അവൻ ആകെ ഷോക്കാവട്ടോ. നീ ഇതുവരെ ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല, ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, ഞാൻ ഹരീഷിൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നല്ലോ കതവ് കുറ്റിയിടണ്ട, ഞാൻ വന്ന് കിടന്നോളാന്ന് പറഞ്ഞതായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഏയ് ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ സുധീഷിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും, അവൾ ഉറങ്ങാതെ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് ഇല്ല, എന്നാൽ എടുത്ത് കഴിച്ചോ, ഞാൻ പോയി ഉറങ്ങട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്ത് പ്രശ്നം, ഒരു പ്രശ്നമില്ല എന്നൊക്കെ നമ്മൾ സുധീഷ് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മളെ സുധീഷ് പുറത്തുനിന്ന് ഇങ്ങനെ കൈ കഴുകുമ്പോൾ ബാക്കിൽ വന്നിട്ട് നമ്മൾ ഹരീഷ് അടിക്കുന്നുണ്ട് കേട്ടോ. ഹരീഷ് വിട്ടിട്ട് സംസാരം കേട്ടിട്ട് ഉണർന്നതാണ്. അങ്ങനെ ഹരീഷ് വന്ന് അടിക്കുന്നുണ്ട്, അടിച്ചിട്ട് കാര്യം പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും സുധീഷ് ചേട്ടനോട് ഏട്ടത്തിക്ക് കുറച്ച് പ്രേമൊക്കെ തുടങ്ങിയെന്ന് വിചാരിച്ചോളൂ എന്നൊക്കെ നമ്മൾ ഹരീഷ് ഇങ്ങനെ പറയുമ്പോൾ സുധീഷിന് അത്ര തന്നെ വിശ്വാസം പോരട്ടോ. സുധീഷ് അവനെ അടിച്ചിട്ട് പറയുന്നുണ്ട്, നീ ഒന്ന് പോയേ, നീ പോയി കിടന്നുറങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹരീഷിനെ അവിടെ നിന്ന് ആട്ടുന്നുണ്ട്. പക്ഷെ ഹരീഷ് പറയുന്നുണ്ട്, ഞാൻ സത്യമാണ് പറയുന്നത്, സുധീഷ് ഏട്ടൻ വരാഞ്ഞിട്ട് ഏട്ടത്തിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് കണ്ടു, പിന്നെ ഇത്ര സമയം ഉറക്കം വെച്ച് സുധീഷ് ഏട്ടന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം സുധീഷ് പറയുന്നുണ്ട്, എന്നെ കുറച്ച് മുന്നേ വിളിച്ചിരുന്നു, സാധാരണ എന്നെ ഇങ്ങനെ വിളിക്കാത്തതും ഞാൻ പോയാൽ അന്വേഷിക്കാത്തതായിട്ടുള്ള ഒരാളാണ് എന്നെ വിളിച്ചതെന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊരു ഹോപ്പൊക്കെ സുധീഷിന് വന്നു തുടങ്ങിയിട്ടുണ്ട്. സുധീഷ് പറയുന്നുണ്ട് കേട്ടോ, അന്ന് അവളുടെ അച്ഛൻ്റെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് എന്നോട് കുറച്ച് സഹതാപം വന്നു തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഇത് സഹതാപമല്ല, ഇത് പ്രേമം തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, സഹതാപമാണെങ്കിലും ഞാൻ ആ റൂട്ട് വിട്ടോളാം, അത് ഞാൻ പ്രേമമാക്കി എടുത്തോളാം, പ്രേമമാണെങ്കിൽ അത് ഓക്കെ ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. എന്തായാലും നീ ഇപ്പോൾ പോയി കിടന്നുറങ്ങടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹരീഷിനെ അവിടെ അറിഞ്ഞയക്കുന്നുണ്ട്. പിന്നെ ഹരീഷിനെ വീണ്ടും അനിയ ഇവിടെ വാന്ന് പറഞ്ഞിട്ട് ദേ അങ്ങോട്ട് നോക്കൂ ഒരു മൈന എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പുറത്തിട്ട് കൊട്ടുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, സുധീഷിനെ ഇട്ടിട്ട് നേരത്തെ കൊട്ടിയത് തിരിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് കണ്ടിട്ട് നമ്മൾ ഹരീഷിനെ ഇറിറ്റേറ്റ് ആയിട്ട് ഹരീഷ് പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് നിങ്ങളോടൊരു കുന്തവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഓടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ആയിട്ട് നമ്മളെ നികേഷ് സുധീഷേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, സുധീഷേട്ട ഏട്ടത്തി ഇന്നലെ ഫുൾ ടൈം എൻ്റെ കൂടെ ആയിരുന്നു, എന്നെ നന്നായിട്ട് കെയർ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സുധീഷേട്ടനോടും ഏട്ടത്തിക്ക് ഒരു ഇത് പ്രേമം തോന്നി തുടങ്ങി, ഇന്നലെ സുധീഷേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ അവർ തമ്മിൽ എന്തോ ഒരു പാട്ടൊക്കെ പാടി സന്തോഷിക്കുന്നുണ്ട്. തലേ ദിവസവും അതുപോലെ തന്നെ സുഭാഷ് ഏട്ടനും ഹരീഷും നികേഷൊക്കെ ഇത് ചർച്ച ചെയ്തിരുന്നു കേട്ടോ. നമ്മളെ സുധീഷിനെ കാണാത്തതിൽ നിധിക്കുള്ള ഒരു ടെൻഷനൊക്കെ ആലോചിക്കുമ്പോൾ അവർക്ക് സന്തോഷമാവുന്നുണ്ട്. കാരണം ഇതെല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞ് സുധീഷേട്ടൻ്റെ പ്രണയം ഒന്ന് പൊങ്ങിയാൽ മതിയായിരുന്നു എന്ന് അവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഇടയിൽ ഇവരാരും പോയി തലയിടേണ്ട, അതങ്ങനെ അങ്ങ് പോയിക്കോട്ടെ എന്നൊക്കെ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഹോപ്പ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അത് സുധീഷായിട്ടൊന്ന് ഷെയർ ചെയ്താൽ കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷത്തിലോട്ട് പാട്ടൊക്കെ പാടി നിൽക്കുമ്പോഴാണ് നമ്മളെ നിധി അതുവഴി വരുന്നുണ്ട്. ആരാ ഇവിടെ കരഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരാക്കി പോലെയുള്ള ചോദ്യമാണ്. ഓ സുധീഷ നീ ആയിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് നിധി അലക്കിയത് ഇങ്ങനെ ആറിയിടാൻ വേണ്ടിയിട്ട് അയലിൻ്റെ അടുത്തേക്ക് പോവുക കേട്ടോ ചെയ്യുന്നത്. അന്നേരം നമ്മളെ സുധീഷ് മുഖം കഴുകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിരുന്നു. അത് നമ്മളെ നികേഷിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നിധിയുടെ അടുത്ത് പോകുന്നുണ്ട്. എന്നിട്ടൊരു ചെറിയൊരു ഡ്രാമ കളിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തൂലേ, എനിക്ക് എൻ്റെ അമ്മയോ ഓർമ്മ വന്നു, എന്നെ ഇതുവരെ കാണാതിരുന്നിട്ട് ആരും ഇതുവരെ വെയിറ്റ് ചെയ്തിരുന്നിട്ടില്ല, സുഭാഷ് ഏട്ടൻ എങ്ങാനും വെയിറ്റ് ചെയ്താലായി, ഇവരൊന്നും എന്നെ തിരിഞ്ഞു നോക്കാനില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കണ്ണിലൊക്കെ വെള്ളം നിറച്ച് ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കുന്നുണ്ട്. നമ്മളെ നിധിയെ ഒന്ന് ഇമോഷണൽ ആക്കാൻ വേണ്ടിയിട്ടാട്ടോ സുധീഷ് ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കുന്നത്. ഇതൊക്കെ കേട്ട് നികേഷും ഹരീഷും അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ പരസ്പരം പറയുന്നുണ്ട്, അവിടെ നല്ല ഡ്രാമയാണല്ലോ എന്ന്, കരയുന്നൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നികേഷ് പറയുന്നുണ്ട്, അതേ ഉണ്ട്, കുറച്ചു നേരമായി തുടങ്ങിയിട്ട്, ഞാൻ ആ ക്ലൈമാക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷ് കണ്ണിലൊക്കെ വെള്ളം നിറച്ച് കുറച്ച് ഡയലോഗൊക്കെ അടിച്ചതിന് ശേഷം നമ്മളെ നിധി പറയുന്നുണ്ട് കേട്ടോ,
സുധീഷേ, എനിക്ക് നീ എപ്പോൾ വന്നാലും ഒരു കുഴപ്പവുമില്ല, എനിക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല. ഇന്നലെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, അത് വേറെ ഒന്നുമല്ല. അന്നത്തെ പ്രശ്നത്തിന്റെ ബാക്കി എൻ്റെ അച്ഛനും ചേട്ടനും കൂടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തീർക്കും എന്നുള്ളൊരു പേടി കൊണ്ട് ടെൻഷൻ അടിച്ചതാണ്. കാരണം ഞാൻ കാരണം വേറൊരാൾക്കൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ സുധീഷ് വരാത്തതിൽ എനിക്കൊരു ടെൻഷനൊന്നുമില്ല. സുധീഷ് അങ്ങ് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ സുധീഷിനെ അവിടെ നിന്ന് കുറച്ചൊരു അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിധി അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സുധീഷിനാണ് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടം പോലെ തോന്നി. കാരണം ഭയങ്കര ഹോപ്പിൽ നിന്നതായിരുന്നു. അന്നേരം ഹരീഷും നികേഷും വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഏട്ടത്തി ഇപ്പൊ പറഞ്ഞു പോയത് എന്താണെന്ന് അറിയോ, സുധീഷ് ഏട്ടൻ എപ്പോൾ വന്നാലും ഏട്ടത്തിക്ക് ഒരു കുഴപ്പമില്ല എന്നാട്ടോ ഏട്ടത്തി ഇപ്പൊ പറഞ്ഞു പോയതെന്ന് ഹരീഷും നികേഷും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ സുധീഷ് പറയുന്നുണ്ട്, ഏയ് അതൊന്നുമല്ല, ഞാൻ വരാത്തതിൽ അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് സുധീഷ് തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ സുധീഷ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഏയ് ഇനി അത് തന്നെ ആവുമോ. എന്തായാലും നമ്മളെ നിധിക്ക് ചെറിയ ടെൻഷൻ ഇല്ലാതില്ല. പക്ഷേ എങ്കിൽ കൂടി അച്ഛൻ്റെയും ഏട്ടൻ്റെയും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിധിയെ കൂടി ബാധിക്കില്ലേ എന്നുള്ളൊരു ടെൻഷനാട്ടോ കൂടുതലുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം നിധിയുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ സുധീഷിനോട് ഇഷ്ടമുണ്ടോ, അതോ ഇനി വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹതാപമാണോ അല്ലയോ എന്നൊക്കെ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.